സുരേഷ് ഗോപി ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്വത്തിൽ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ റിലീസാണ് അനിശ്ചിതത്വത്തിലായത്. സിനിമയുടെ പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു. പേര് മാറ്റാൻ കഴിയില്ലെന്ന നിലപാടിലാണ് നിർമ്മാതാക്കൾ. അശ്വിൻ ഡിയാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ ഡിയാഗോ, സാധാരണ സിനിമയുടെയൊക്കെ ടൈറ്റിൽ മാറ്റുന്നതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. ഇവിടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ ഏത് ടൈറ്റിലാണ് മാറ്റേണ്ടത്? ജാനകി എന്നതോ സ്റ്റേറ്റ് ഓഫ് കേരള എന്നതോ? ഡോക്ടർ അരുൺ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജാനകി എന്ന പേര് മാറ്റണം എന്നുള്ളതാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അനുപമ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളിലെത്തുന്ന ചിത്രമാണ് JSK അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളത്. 2006 പുറത്തിറങ്ങിയ ചിന്താമണി കൊലക്കേസിന് ശേഷം സുരേഷ് ഗോപി ഒരു അഭിഭാഷകന്റെ വേഷത്തിലെത്തുന്ന ചിത്രം എന്ന രീതിയിൽ വലിയ ശ്രദ്ധ ഈ ചിത്രം പിടിച്ചുപറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ മോഷൻ പിക്ചറിനും അതുപോലെ ടീസറിനും അടക്കം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച 27-ാം തീയതിയാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസും പ്രഖ്യാപനവും നടത്തിയിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ഒരു കട്ട് വരുന്നത്. ചിത്രത്തിൽ ജാനകി എന്ന പേര് മാറ്റണം എന്നുള്ളതാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് എന്തുകൊണ്ടാണ് പേര് മാറ്റേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പേര് മാറ്റാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രവീൺ നാരായണൻ സെൻസർ ബോർഡിനെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ 27-ന് റിലീസ് ചെയ്യേണ്ട ചിത്രം അതിൻ്റെ പ്രദർശനം നടക്കില്ല എന്നൊരു കാര്യം വന്നിട്ടുള്ളത്. ഈ സംവിധായകൻ തന്നെ തൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൻ്റെ പേര് മാറ്റണം എന്നുള്ളത് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തങ്ങൾ തന്നെ തയ്യാറല്ല. അതുകൊണ്ട് 27-ന് നിശ്ചയിച്ചിരുന്ന സിനിമയുടെ പ്രദർശനം ഉണ്ടാകില്ല എന്നൊരു വരിയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് പേര് മാറ്റണം എന്നുള്ള കാര്യത്തിൽ സെൻസർ ബോർഡും ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടില്ല. ഈ പേര് മാറ്റാതെ, ജാനകി എന്ന പേര് മാറ്റാതെ ചിത്രം റിലീസിന് അനുവദിക്കില്ല എന്നുള്ളതാണ് സെൻസർ ബോർഡും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ വ്യക്തത, ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ചിന്താമണി കൊലക്കേസ് 2006 ഇറങ്ങിയ ഒരു ചിത്രമാണ്. അതിനുശേഷം ഒരു കോർട്ട് റൂം സെൻസേഷൻ സിനിമയിലേക്ക് സുരേഷ് ഗോപി മടങ്ങിയെത്തുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു കാത്തിരിപ്പ് ഈ സിനിമയെ സംബന്ധിച്ച് പ്രേക്ഷകർക്കിടയിലേക്ക് ഉണ്ട്. ഈ സിനിമയുടെ ടീസറിനടക്കം വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സെൻസർ ബോർഡ് കത്തിവെച്ചിരിക്കുന്നത്. സിനിമയുടെ പേര് മാറ്റാതെ സിനിമ പ്രദർശനത്തിന് അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് സെൻസർ ബോർഡ് ഉള്ളത്. മറുപക്ഷത്ത് സിനിമയുടെ പേര് മാറ്റാൻ തയ്യാറല്ല എന്നുള്ളതാണ് അണിയറ പ്രവർത്തകരും പ്രഖ്യാപിക്കുന്നത്. ഈ സിനിമയുടെ റിലീസ് എന്തായാലും ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. പേര് മാറ്റാതെ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് സെൻസർ ബോർഡ് ഉള്ളത്. അരുൺ, താങ്ക് യു. അശ്വിൻ ഡിയാഗോയാണ്. ഇപ്പൊ ജാനകി എന്ന പേര് മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് ചക്ക എന്ന് വയ്ക്കാൻ പറ്റൂ? ജാനകി എന്ന് വെച്ചാൽ ജാനകി, അതാ സിനിമയുടെ തിരക്കഥാകൃത്തിന്റെ അവകാശമല്ലേ? അതിലും സെൻസർ ബോർഡ് ഇപ്പോൾ കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്കാണ് ഇപ്പോൾ ഈ അവസ്ഥ. 27-ാം തീയതി റിലീസ് ചെയ്തിരുന്ന ചിത്രമാണ്. ജാനകി എന്ന പേര് മാറ്റണം എന്നാണ് സെൻസർ ബോർഡ് പറയുന്നത്.